ഇപ്പം ഇനി മൊഡ്യൂൾ 3 അടുത്തായിട്ടൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഇൻസ്പെക്ഷനാണ്. ക്വാളിറ്റി കൺട്രോളിൽ വരുന്ന ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് കംപ്ലീഷൻ കഴിഞ്ഞിട്ട് നടത്തുന്ന പ്രോസസ്സാണ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് തന്നെയാണോ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്, അതിൻ്റെ ക്വാളിറ്റി നമ്മുടെ സ്പെസിഫിക്കേഷൻ നമ്മൾ നേരത്തെ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് മുമ്പേ അതിന് ഇത്ര ഡയമെൻഷൻ വേണം, അല്ലെങ്കിൽ ഈ ഒരു വർക്ക് ചെയ്യാൻ പറ്റണം, അങ്ങനത്തെ സ്പെസിഫിക്കേഷൻസ് ആണ്. അപ്പോൾ ആ സ്പെസിഫിക്കേഷൻസ് എല്ലാം മീറ്റ് ചെയ്തിട്ട് തന്നെയാണ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയേക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന പ്രോസസ്സാണ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻസ്പെക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ പ്രോഡക്റ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യും, ഇല്ല സാറ്റിസ്ഫൈ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളതിനെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ആ ഇൻസ്പെക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇൻസ്പെക്ഷൻ കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത്, ഇപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്രോഡക്റ്റിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് റിജക്ഷൻസ് വരികയാണെങ്കിൽ ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ അങ്ങനെ നമുക്ക് വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഡിഫക്റ്റീവ് പ്രോഡക്ട്സ് അസംബ്ലി സെക്ഷൻസിലോട്ട്, എന്ന് വെച്ചാൽ അടുത്ത പ്രോഡക്ട്സ് മാനുഫാക്ചർ അസംബിൾ ചെയ്യുന്ന അടുത്ത പ്രോസസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് ഡിഫക്റ്റീവ് ആണെങ്കിൽ നമുക്ക് അതിനെ തടയാൻ പറ്റും. അതുപോലെ നമ്മുടെ പ്രോസസ്സിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. കുറച്ചും കൂടെ ഒബ്ജക്റ്റീവ്സ് ടെക്സ്റ്റ് നോക്കി പഠിച്ചിരിക്കാം. അപ്പോൾ ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇൻകമിങ് മെറ്റീരിയൽസിനെ ഇൻസ്പെക്റ്റ് ചെയ്യുക, അതുപോലെ ഫിനിഷ്ഡായിട്ട് പോകുന്ന പ്രോഡക്ട്സിനെ ഇൻസ്പെക്റ്റ് ചെയ്യുക. അപ്പം ഇൻകമിങ് മെറ്റീരിയൽസിനെ ഇൻസ്പെക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻസ്പെക്ഷൻ ഓഫ് ഇൻകമിങ് മെറ്റീരിയൽസ്. അതിൻ്റെ അകത്ത് വരുന്നത് റോ മെറ്റീരിയൽസ്, ടൂൾസ്, എക്യുപ്മെൻറ്റ്സ്. നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പുള്ള ഇൻപുട്ടായിട്ടുള്ള മെറ്റീരിയൽസ് ഇതൊക്കെയാണ്, ടൂൾസ്, റോ മെറ്റീരിയൽസ്, എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ അതിനെയൊക്കെ ഇൻസ്പെക്റ്റ് ചെയ്യുന്ന, പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇൻസ്പെക്റ്റ് ചെയ്യുന്നതാണ് ഇൻസ്പെക്ഷൻ ഓഫ് ഇൻകമിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫിസിക്കലായിട്ടും കെമിക്കലായിട്ടും നമ്മുടെ പ്രൊഡക്ഷന് മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ക്വാളിറ്റീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണത്. അതുപോലെ നമ്മൾ വാങ്ങിക്കുന്ന സപ്ലയേഴ്സിൻ്റെ മെറ്റീരിയൽസിന് ക്വാളിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇൻസ്പെക്ഷൻ ഓഫ് ഇൻകമിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതുപോലെ മാനുഫാക്ചറിങ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള പ്രോസസ്സാണ് മാനുഫാക്ചറിങ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള പ്രോസസ്സിൽ കൂടെ ഒക്കെ ആണോ, അതുപോലെ കറക്റ്റായിട്ടുള്ള ഡയമെൻഷൻസും എല്ലാ സ്പെസിഫിക്കേഷനും കറക്റ്റായിട്ടാണോ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോഡക്റ്റിന് കിട്ടിയേക്കുന്നതെന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് മാനുഫാക്ചറിങ് ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻ കഴിയുമ്പോൾ നമ്മുടെ പ്രോസസ്സ് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കറക്റ്റ് സ്പെസിഫിക്കേഷനിൽ ഉണ്ടായിട്ട് വരും. അപ്പോൾ അതിൻ്റെ വേരിയസ് സ്റ്റേജസ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു മൊത്തത്തിലുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സിന് നമുക്ക് ഓരോ പാർട്ടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് ആ പാർട്ടിൽ അങ്ങോട്ട് അസംബിൾ ചെയ്യുക, എന്നിട്ട് ഒരു പ്രോഡക്റ്റ് അങ്ങനെ കംപ്ലീറ്റ് അസംബിൾ ചെയ്തെടുക്കുക, അങ്ങനെയാണെങ്കിൽ. അപ്പോൾ നമ്മൾ അങ്ങനെ പല സ്റ്റേജസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഓപ്പറേഷൻ, ഒരു പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ഓപ്പറേഷൻസിലൂടെ അത് പാസ് ചെയ്യും. അങ്ങനെയാണ് ഒരു പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമ്മുടെ കമ്പോണൻറ്റിൻ്റെ ഒരു ചെറിയ ഭാഗം. അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ ചേർന്ന് അസംബിൾ ചെയ്തിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. അപ്പം ഓരോ പാർട്ടും ഒരു പ്രോസസ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്യും. അതേപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓപ്പറേഷൻസിന് പോകുന്നതിന് മുമ്പേ ഇൻസ്പെക്റ്റ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വേണ്ടി നമുക്ക് വേസ്റ്റേജ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. അതേപോലെ സബ് അസംബ്ലി, ഇപ്പോൾ സബ് അസംബ്ലീസും ഫൈനൽ അസംബ്ലിയും കാണാം. അപ്പം സബ് അസംബ്ലി എന്ന് പറയുന്നത് നമ്മൾ പാർട്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തൊരു അസംബ്ലി ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് കുറേ അസംബ്ലീസ് ചേർന്നായിരിക്കും ഒരു മെയിൻ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള ഇൻസ്പെക്ഷൻ, പിന്നെ ഫിനിഷിങ് ഓപ്പറേഷൻ മുമ്പുള്ള ഇൻസ്പെക്ഷൻ, അതുപോലെ വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ട് പോകുന്നതിൻ്റെ. അപ്പം പ്രൊഡക്ഷൻ്റെ വേരിയസ് സ്റ്റേജസിലുള്ള എല്ലാ പ്രോസസ്സിലുള്ള ഇൻസ്പെക്ഷനാണ് നമ്മൾ മാനുഫാക്ചറിങ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഇൻസ്പെക്ഷൻ നോക്കാം. അപ്പോൾ നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ബേസിൽ നമുക്കൊരു 4 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ആദ്യത്തെ ടൈപ്പാണ് ഫസ്റ്റ് പീസ് ഇൻസ്പെക്ഷൻ. ഇത് ഓട്ടോമാറ്റിക് അതേപോലെ സെമി ഓട്ടോമാറ്റിക് മെഷീൻസിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആദ്യത്തെ ഒരു 3-4 പ്രോഡക്റ്റ്സ് നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി വരുന്ന എല്ലാം ഓക്കെ ആയിരിക്കും എന്നുള്ള അസംഷനിലാണ് ഈ ഇൻസ്പെക്ഷൻ നടക്കുന്നത്. അത് ആദ്യം വരുന്ന 2-3 പ്രോഡക്റ്റ്സ് ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ടൂളും അതുപോലെ മെഷീനൊക്കെ റീചെക്ക് ചെയ്തതിന് ശേഷം റീസെറ്റ് ചെയ്തതിന് ശേഷം പിന്നെയും സ്റ്റാർട്ട് ചെയ്യും. ഒരു കറക്റ്റായിട്ട് നമ്മുടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമേ നമ്മളിത് ഓപ്പറേറ്ററിന് ഹാൻഡിൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റ് പീസ് ഇൻസ്പെക്ഷൻ എന്നുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്.
അടുത്ത വർക്കിംഗ് ഇൻസ്പെക്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മാനുഫാക്ചറിങ് ഇൻസ്പെക്ഷന് തന്നെയാണ് നമ്മൾ വർക്കിംഗ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ്റെ വേരിയസ് സ്റ്റേജസിൽ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് ഇടുന്നു. അതിന് ആ പ്രോസസ്സാണ് വർക്കിംഗ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ ടൈപ്പ് പറഞ്ഞാൽ സാമ്പിൾ ഇൻസ്പെക്ഷൻ. സാമ്പിൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ സൈസ് ഭയങ്കര കൂടുതലാണെങ്കിൽ, എന്ന് വെച്ചാൽ ഒരുപാട് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ആണെങ്കിൽ നമുക്ക് എല്ലാം ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളൊരു വലിയൊരു ലോട്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് ഐറ്റംസിൽ നിന്ന് ഒരു ചെറിയ സാമ്പിൾ മാത്രം സെലക്ട് ചെയ്തിട്ട് അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ ആ മൊത്തം പ്രോഡക്ട്സ് ഇപ്പോൾ ഒരു 100 പ്രോഡക്റ്റ്സ് എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്നൊരു 2-3 പ്രോഡക്റ്റ്സ് എടുത്ത് ചെക്ക് ചെയ്ത് വെക്കും. അപ്പോൾ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ 100 പ്രോഡക്ട്സും ഓക്കെ ആണെന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ ആ ഇൻസ്പെക്ഷനാണ് നമ്മൾ സാമ്പിൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത പ്രോസസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഓപ്പറേഷൻ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് കീ ഓപ്പറേഷൻ ഇൻസ്പെക്ഷൻ. അപ്പോൾ കീ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഓപ്പറേഷൻസിൽ ഇപ്പോൾ ഒരുപാട് സ്റ്റെപ്സിൽ ചില സ്റ്റെപ്പൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ കോസ്റ്റ്ലി ആയിരിക്കും. അങ്ങനത്തെ ഉള്ള കേസസിൽ മിസ്റ്റേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നഷ്ടം അല്ലെങ്കിൽ ലോസ് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഉള്ള കീ ഓപ്പറേഷൻസിൽ നമ്മൾ കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് ഇൻസ്പെക്ഷൻ നടത്തും. ചില ഓപ്പറേഷൻസൊക്കെ നമ്മൾ ഈസി ആയിട്ടുള്ള കുഴപ്പമില്ലാത്ത ഓപ്പറേഷൻ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ കീ ഓപ്പറേഷൻസ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അത് വളരെ കെയർഫുള്ളായിട്ട് ഇൻസ്പെക്ട് ചെയ്യണം. അതിന് മുമ്പുള്ള കീ ഓപ്പറേഷനോട്ട് പോകുന്നതിന് മുമ്പ് വരുന്ന പ്രോഡക്റ്റ്സ് നല്ലപോലെ ഇൻസ്പെക്ട് ചെയ്തിട്ട് കീ ഓപ്പറേഷൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കീ ഓപ്പറേഷൻ ചിലപ്പോൾ കോസ്റ്റ്ലി ആയിരിക്കും, അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കീ ഓപ്പറേഷൻസ് തൊട്ടുമ്പോൾ പറയുന്ന ഇൻസ്പെക്ഷനാണ് കീ ഓപ്പറേഷൻ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ളൊരു ക്ലാസിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ലൊക്കേഷൻ എവിടെ വെച്ചാണ് ഇൻസ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞെല്ലാം എന്ത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ഇനി ഏത് ലൊക്കേഷൻ അല്ലെങ്കിൽ എവിടെ വെച്ചാണ് ഇൻസ്പെക്ട് ചെയ്യുന്നതിനുള്ളതിൻ്റെ ബേസിൽ രണ്ടായിട്ട് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. ഫ്ലോർ ഇൻസ്പെക്ഷനും സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷനും. അപ്പോൾ ഫ്ലോർ ഇൻസ്പെക്ഷനിൽ ഇൻസ്പെക്ടർ നമ്മളെ എവിടെയാണോ പ്രോസസ്സ് നടക്കുന്നത് ആ ലൊക്കേഷനിൽ പോയിട്ടാണ് ഇൻസ്പെക്ട് ചെയ്യുന്നത്. ഇൻസ്പെക്ടർ എല്ലാ ലൊക്കേഷൻസിലും പാസ് ചെയ്യും. എന്നിട്ട് ആ എവിടെയാണോ പ്രോസസ്സ് നടക്കുന്നത് അവിടെ വെച്ച് തന്നെയാണ് ഇൻസ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും മെഷീൻ്റെ ഫോൾട്ട് കൊണ്ടാണ് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ മെഷീൻ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്ത് അതിനെ റീസെറ്റ് ചെയ്യുന്നതൊക്കെ ഇൻസ്പെക്ടറുടെ സൂപ്പർവിഷനിലായിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ ഓരോ ലൊക്കേഷനും പോയി ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്ലോർ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷനാണ്. ഈ സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷനിൽ ഇൻസ്പെക്ഷൻ ബൂത്ത്സ് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസിൽ വെച്ചിരിക്കും. അപ്പം ഇൻസ്പെക്ടർ പോയല്ല ഇൻസ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ ഈ ബൂത്തിലോട്ട് പ്രോഡക്റ്റ്സ് കൊണ്ടുവന്നിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ടാണ് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അയക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ്സാണ് ഇവിടെ മൂവ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കേസിൽ ഇൻസ്പെക്ടറായിരുന്നു ഓരോ ലൊക്കേഷൻസിലും ചെന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ ഇൻസ്പെക്ഷൻ ബൂത്തിലോട്ട് പ്രോഡക്ട്സിനെ കൊണ്ടുവന്നിട്ട് അവിടെ ചെക്ക് ചെയ്തിട്ട് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും അങ്ങനെ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും റിജക്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ റീവർക്കിന് സെൻഡ് ചെയ്യും. അതിൻ്റെ കൂടെ എന്താണ് കുഴപ്പം, എന്താണ് പ്രോബ്ലം എന്നുള്ളതിനെ കുറിച്ചുള്ള റിമാർക്കും അതിൻ്റെ കൂടെ തന്നെ ടാഗ് ചെയ്തേക്കും. അതുപോലെ ഇൻസ്പെക്ഷൻ ബൂത്ത്സ് എന്ന് പറയുന്നത് പ്രോപ്പർ ടെമ്പറേച്ചറിലും ഹ്യൂമിഡിറ്റിയിലും, കാരണം ഇൻസ്പെക്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറും ബാക്കിയുള്ള അറ്റ്മോസ്ഫിയറൊക്കെ പ്രോപ്പറായിരിക്കണം. അപ്പോൾ ആ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റിയിലൊക്കെ അത് ടോട്ടലായിട്ട് കീപ്പ് ചെയ്യും. അതുപോലെ ഇൻസ്പെക്ഷനും ക്വാളിറ്റി കൺട്രോളും തമ്മിലുള്ള കമ്പാരിസൺ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കമ്പാരിസൺ ഒന്ന് നോക്കാം. അപ്പോൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോളിൽ വരുന്നൊരു ഫംഗ്ഷനാണ്. ക്വാളിറ്റി കൺട്രോളിൻ്റെ അകത്ത് വരുന്നൊരു സ്റ്റെപ്പാണ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ക്വാളിറ്റി കൺട്രോൾ ത്രൂ ഔട്ട് പ്രൊഡക്ഷനിൽ നടന്നുകൊണ്ടിരിക്കും. ഇൻസ്പെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് മാത്രമാണ് ഇൻസ്പെക്ഷൻ വരുന്നത്. പക്ഷേ ക്വാളിറ്റി കൺട്രോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ത്രൂ ഔട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻസ്പെക്ഷൻ വെറുതെ ജസ്റ്റ് ചെക്ക് ചെയ്തോളൂ, അക്സെപ്റ്റബിൾ ആണോ റിജക്റ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്തോളൂ. പക്ഷേ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ആ പ്രോസസ്സിനെ വരെ കൺട്രോൾ ചെയ്യും. പ്രോസസ്സിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റുന്ന പ്രോസസ്സൊക്കെ ക്വാളിറ്റി കൺട്രോളിൽ അകത്ത് വരുന്ന ഒരു ഫങ്ഷനാണ്. അതുപോലെ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്
ഡിറ്റക്ഷൻ മാത്രമാണ്. പ്രോഡക്ട്സിന് ഡിഫക്ട്സ് ഉണ്ടോ എന്ന് ഡിറ്റക്റ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ആ ഡിഫക്ട്സ് വരാതിരിക്കാനുള്ള സ്റ്റെപ്സ് എടുക്കുന്നതും ക്വാളിറ്റി കൺട്രോളിൻ്റെ ഭാഗമാണ്. ഇൻസ്പെക്ഷൻ വെറും ഡിറ്റക്ഷൻ മാത്രമാണ്. അതുപോലെ ഇൻസ്പെക്ഷൻ കറക്റ്റീവ് ആക്ഷൻ ഒന്നും എടുക്കത്തില്ല, ജസ്റ്റ് ചെക്ക് ചെയ്ത് മാത്രമേ ഉള്ളൂ. ക്വാളിറ്റി കൺട്രോൾ എറർ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് റെക്ടിഫൈ ചെയ്യുന്നതൊക്കെ ക്വാളിറ്റി കൺട്രോളിൻ്റെ ഭാഗമാണ്. പ്രൊഡക്ഷൻ പ്രോസസ്സുമായിട്ട് ഇൻസ്പെക്ഷന് ഒരു ബന്ധമില്ല. ക്വാളിറ്റി കൺട്രോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നേരത്തെ പറഞ്ഞ ഫ്ലോർ ഇൻസ്പെക്ഷനും സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷനും തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കാറുണ്ട്. അത് അസൈൻമെൻറ്റായിട്ട് എഴുതി വയ്ക്കാൻ, അത് ക്ലാസ് റൂമിൽ അസൈൻമെൻറ്റ് ഇട്ടേക്കാം.